ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഇല്ലാതെ ഒരു ബീഫ് റോസ്റ്റാണ്. സോയ ചങ്ക്സ് വെച്ച് ഒരു വീഗൻ ബീഫ് റോസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സോയ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം അത് തണുത്ത വെള്ളത്തിലേക്കിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് രണ്ടായി മുറിച്ച് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതും, കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 5-6 വെളുത്തുള്ളിയും, 2-3 പച്ചമുളകും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെയാണ്. അതിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ഒന്ന് ആവണം. ഇത് ഇത്രയും വരെ വഴന്ന് കിട്ടണം. ഇതൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം 1 മിനിറ്റ് ഒന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. മസാലയൊക്കെ എല്ലാത്തിലും പിടിച്ച് നല്ല സെറ്റാകാനായിട്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്. ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നല്ല ഡ്രൈ ആയി മസാലയൊക്കെ പുരണ്ടിരിക്കുന്ന റോസ്റ്റാണ്. ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിയുമ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ എത്ര പെട്ടെന്ന് നമ്മളിത് തയ്യാറാക്കി. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, സോയ ചങ്ക്സ് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് കൂടിയാണ്. അപ്പോൾ ഇനി വെജിറ്റേറിയൻസും വീഗൻ ആയിട്ടുള്ളവരും ബീഫ് റോസ്റ്റ് മിസ് ചെയ്യേണ്ട, ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇത് വളരെ ഈസി, ടേസ്റ്റി, ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടമാവും തീർച്ചയായും.